ഹായ് ഫ്രണ്ട്സ്, ലിസി കിച്ചണിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നെയ്യപ്പത്തിൽ നെയ്യിലെല്ലാം ഉണ്ടാക്കണേ, നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണേ. അപ്പം അതിന് നെയ്യൊന്നും ഒഴിക്കണമെന്ന് മാത്രം. ഇപ്പം നെയ്യിലൊഴിച്ച് കഴിക്കുമ്പോൾ ഫാറ്റൊക്കെ കൂടുതലല്ലേ, അപ്പം അത് കാരണം നമ്മൾ സാധാ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമ്മൾ ഓയിൽ ഏതിലാണെച്ചാലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യ് അതിൽ ഇടുന്നുണ്ട്, അപ്പോൾ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ നെയ്യപ്പത്തിന് എന്തൊക്കെ കൂട്ടുകളാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു 200 ഗ്രാം പച്ചരി, അതൊരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായി കുതിർത്ത് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ 150 ഗ്രാം ശർക്കര. നമ്മൾ ശർക്കര ഉരുക്കുമ്പോൾ അധികം വെള്ളത്തിൽ ഉരുക്കരുത്, കുറച്ച് വെള്ളം പാടുള്ളൂ. അത് നമുക്ക് ഈ അരി അരയ്ക്കാനുള്ള വെള്ളമാണ് ഈ ശർക്കര പാനിയിൽ വേണ്ടത്. പിന്നെ നമ്മൾ കറുത്ത എള്ള്, പിന്നെ ജീരകം കുറച്ച്, ഏലക്കാപ്പൊടി കുറച്ച്, ഉപ്പ്, 2 ടീസ്പൂൺ നെയ്യാണ് നമ്മൾ ഇതിന് ഒഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ശർക്കര കുറച്ച് വെള്ളത്തിൽ നന്നായി ഒന്ന് ഉരുക്കണം. അത് ഉരുക്കണം. വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്, നന്നായി ഒന്ന് അരിയിട്ട് നമുക്ക് ഈ ശർക്കര പാനി ചൂടാറിയിട്ട് വേണം നമ്മുടെ അരി അരയ്ക്കാനായിട്ട്. നമ്മുടെ ശർക്കര പാനി ഞാനിപ്പോൾ ചൂടാറി ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് അരി അരയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു കൂട്ടം കൂടി വേണം, ഞാൻ മറന്നു പറയാനായിട്ട്. ഞാൻ ഗോതമ്പ് പൊടി തന്നെ 2 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. മൈദ എടുക്കുന്നവർക്ക് മൈദ എടുക്കാം, നല്ലത് ഗോതമ്പ് പൊടിയാണ്. ഞാൻ ഗോതമ്പ് പൊടി 2 ടേബിൾ സ്പൂൺ കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് നന്നായി ഒന്ന് അരയ്ക്കാം. നമ്മളിപ്പോൾ ഈ ശർക്കര പാനി വെച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. നമ്മുടെ അരിയുടെ കൂടെ നമ്മൾ ഏലക്കയുടെ പൊടി ഇടുന്നുണ്ട്, അതുകൂടി അരയ്ക്കാം. നമുക്ക് ശർക്കര പാനി കുറച്ച് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരി അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു തരി ആയിക്കോട്ടെ കേട്ടോ. നമ്മൾ കൂട്ടിനൊക്കെ പൊടി അരിക്കുമ്പോൾ ഒരു തരി ഉണ്ടാവില്ല, അതേപോലെ ഒരു ചെറിയ തരി ആയിക്കോട്ടെ, വല്ലാണ്ട് തരി പാടില്ല. അപ്പോൾ നമ്മളിത് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടും അതിടാം. പിന്നെ നെയ്യും കൂടി ഇട്ടിട്ട് അരച്ച് നമുക്ക് എടുത്ത് വയ്ക്കാം. നന്നായി ഒന്നുകൂടി അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ അരിയും അതിൻ്റെ കൂടെ ശർക്കര, ഏലക്കപ്പൊടി, പിന്നെ നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ ഇട്ട് നന്നായി അരച്ചിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു ഡോസിൽ മതി കേട്ടോ. പിന്നെ നമുക്ക് 2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ശർക്കര പാനിയുണ്ട്, അതും കൂടി ഒഴിച്ച് നമുക്ക് അപ്പോൾ ഇളക്കാം. അപ്പോൾ നമ്മൾ എള്ളും ജീരകവും ഉപ്പൊന്നും ഇപ്പം ഇടുന്നില്ല. നമ്മൾ അരിയും ഈ ഗോതമ്പ് പൊടിയും ഇതിൽ അരച്ചത് മാത്രമാണ് ഇതിൽ ഇട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത്. ഒരു 2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അരി അരച്ച് വെച്ചിട്ട് ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരി, ഗോതമ്പ്, ശർക്കരയൊക്കെ കൂടിയിട്ട് ഇപ്പോൾ നല്ല ഒത്തിരി കൂടി തിക്കായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എള്ളും ജീരകമൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് നമ്മൾ മധുരത്തിന് പാകാവാനായിട്ട് ചെറിയ ഉപ്പ് നന്നായി ഒന്ന് ഇളക്കാം. മാവ് ഇത്തിരി തിക്കായ കാരണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ശർക്കര ഉരുക്കി വെച്ച വെള്ളം കുറച്ചും കൂടി ഉണ്ട്, അത് ഒഴിച്ച് കൊടുത്തൊന്ന് ലൂസാക്കാം. ഇനി ശർക്കര പാനി ഇല്ലയെന്ന് വെച്ചാൽ തന്നെ നമ്മൾ ഇത്തിരി പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താലും മതി. ഉപ്പ്
ഉപ്പൊന്ന് പാകം നോക്കിയോളാം. ജ്യൂസ് ഇത് മതി. അപ്പം നമ്മുടെ മാവിൻ്റെ ലൂസ് ഇത്ര മതിയേക്കാം. ഇനി നമുക്ക് ചീനിട്ട് അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിൽ കയ്യിൽ മുക്കാൽ കയ്യിലെടുത്തിട്ട് ഇരിക്കാൻ ഒഴിച്ച് കൊടുക്കാനായിട്ട് നമ്മുടെ മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് മറിച്ചിടുക. അപ്പോൾ നമ്മൾ തീയൊന്ന് കുറച്ചിട്ടിട്ട് ഒന്ന് 2 ഭാഗം നന്നായി ഒന്ന് വേവിച്ചെടുത്തോളാം. ബ്രൗൺ കളറാവണ വരെ വേവിച്ചെടുക്കുക. അരിമാവായതുകൊണ്ടൊന്നും ഉള്ളു വേവാണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് തീ കുറച്ചിട്ടിട്ട് വേവിക്കാൻ പറയുന്നത്. ഒരു ഭാഗം നന്നായി ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഭാഗം കൂടി ബ്രൗൺ കളറായ വെളിച്ചെണ്ണയിൽ നിന്ന് വരാം. നടുക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇറക്കി ഒഴിക്കേണ്ട, ഇങ്ങനെ നടുക്ക് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിനെ പൊന്തി വന്നോളൂ. നന്നായി പൊന്തി വന്നു കഴിഞ്ഞാൽ തീയൊന്ന് നമ്മൾ കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ 2 ഭാഗം നന്നായി ഒന്ന് ബ്രൗൺ കളറാവണ വരെ മൊരിയിച്ചെടുക്കുക. നമ്മുടെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയാൻ മറക്കരുത്. താങ്ക് യു.